ഇന്നലെ പാർലമെൻറ്റിൽ ഒരു സംഭവം ഉണ്ടായി. നമ്മളുടെ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം തള്ളയ്ക്ക് വിളി കേട്ടു. തള്ളയ്ക്ക് വിളി കേട്ടിട്ട് ഇത് ചിരിക്കുകയാണ്. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കിട്ടിയോ? ആ, ചോദിച്ചു വാങ്ങി എന്ന് പറയില്ലേ? കിട്ടിയില്ല, ചോദിച്ചു വാങ്ങി എന്ന് പറയല് ചോദിച്ചു വാങ്ങിയതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു മോഹൻദാസ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പണിക്കർ എന്നാണ്. പാടത്തെ പണിക്കർ എന്ന് പറയാം. അദ്ദേഹം പാടത്ത് ഉള്ളൊരു പാടത്തിൻ്റെ കരയിലുള്ള, ഇവിടെ നിന്ന് നോക്കി അങ്ങേയറ്റം കാണാം പാടം, സമുദ്രം പോലെ നിരന്ന് കിടക്കുന്ന പാടം. അപ്പോൾ അവിടെ കാറ്റടിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള വെള്ളം, സമുദ്രത്തിലെ വെള്ളം അങ്ങനെയല്ലല്ലോ, ഇത് പച്ച പാടമാണേ. അപ്പോൾ പച്ച സമുദ്രം പോലെയാണ് ഇങ്ങനെ അലയടിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് ശരിക്കും പറയുന്നത് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ വേണം അവിടെ എത്താൻ. അവിടെയായിട്ടൊരു കൊച്ചു വീട് കാണാൻ പറ്റും. ആ വീട്ടിലാണ് ഈ പയ്യൻ ജനിച്ചു വളർന്നത്. അവൻ്റെ അച്ഛൻ്റെ പേര് അതുകൊണ്ട് പാടത്തെ പണിക്കർ എന്ന്, അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയില്ല. ഇവനും പണിക്കരാണ്, മോഹൻദാസ് എന്ന പേര്. ഇവൻ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് ഇവൻ ഇംഗ്ലീഷിൽ പ്രസംഗം നടത്തും. ഇംഗ്ലീഷ് പ്രസംഗം എന്ന് പറഞ്ഞിട്ട് അന്ന് എഴുതി വായിക്കാം ഇംഗ്ലീഷ് പ്രസംഗം. 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേ ഒറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെ ചിത്രരചന, ഓട്ടം ചാട്ടം എല്ലാത്തിലും ഇവന് ഫസ്റ്റാണ്. മാത്രമല്ല പഠിക്കുന്ന കാര്യത്തിൽ 10ാം ക്ലാസ്സിലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതാണ്. പഠിക്കുന്ന കാര്യത്തിൽ അതുപോലെയായിരുന്നു. ഈ ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ അവൻ പറഞ്ഞത്, ഞാൻ 25 ചോദ്യം 25 ഉത്തരവും പഠിച്ചു വെച്ചു അത്രേ. അത് ദിവസം കാണാപ്പുറം പഠിക്കുക. അവനൊരു ഹരമായിരുന്നു. അങ്ങനെ അവൻ ഇംഗ്ലീഷ് പറയാൻ പഠിച്ചവനാ 8ാം ക്ലാസ്സിലേക്കും പഠിക്കുന്ന സമയത്ത്. പക്ഷെ അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. ക്ലാസ്സിൽ അവൻ മിടുക്കനാണ്, വളരെ മിടുക്കനാണ്. അവൻ എല്ലാം കൊണ്ടും മിടുക്കനാണ്. അപ്പോൾ മാത്രമല്ല ആ മിടുക്ക് കാണിക്കാനുള്ളൊരു ത്വരയും അവനുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവൻ പുറകിലിരുന്ന് ഏതൊരു കുട്ടികളോട് ഉപയോഗിക്കുക, ഗുപ്തകാലം ത്തിനെക്കുറിച്ച് 10 വാക്ക് പറയുമെന്ന് പറയുമ്പോൾ അവൻ എന്തെങ്കിലും പറയാം. അവൻ പറഞ്ഞ മൗര്യകാലത്തെ കുറിച്ച് അവൻ പറയാം. അപ്പോൾ ഇവന് പറയുന്നത് എന്നൊക്കെയും പറഞ്ഞിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഒരിക്കൽ അവിടെ കോമൻ വിജയൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റ് അവിടെ വന്നിരുന്നു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ 7 വയസ്സിലോ മറ്റോ ആണ് അവൻ സ്കൂളിൽ ചേർന്നത്. അന്നൊക്കെ അങ്ങനെ പറ്റും. അവനെ കണ്ടു കഴിഞ്ഞാലും കോമൻ വിജയൻ എന്നുള്ള പേര് വന്നിട്ട് ഭയങ്കര ഉയരം തടിയിക്കുക അവന്. എന്തിനു പറയുന്നു, അവനിതുപോലെ എന്തോ പറയുമ്പോൾ അവന് മണ്ടനാണ്, പഠിക്കാനൊന്നും കൊള്ളില്ല. എന്തോ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അവന് തെറ്റിപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, മാഷ് അവിടെയുണ്ട്. മാഷ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഈ ബെല്ലടിക്കുന്ന കോലവിടെ ഉണ്ടായിരുന്നു. ഇരുമ്പിൻ്റെ കോലാണത്. ഏകദേശം ഇത്രത്തോളം നീളത്തിലുള്ള ഒരു കോല്. അതെടുത്ത് ഒന്നാ വെച്ച് കൊടുത്തു. ഈ മോഹൻദാസിൻ്റെ മുഖത്തൊന്നാ വെച്ച് കൊടുത്തു. ഒരു പല്ലടങ്ങിപ്പോയി. പിന്നെ ആ പല്ലവൻ വെച്ചിട്ടില്ല. ഈ ഭാഗത്തിൽ പല്ലടങ്ങി വെച്ചിട്ടില്ല. അന്ന് പല്ല് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതോടുകൂടി അവൻ ഏകദേശം നിർത്തിയെന്ന് തോന്നുന്നു. ഏതായാലും അവൻ സ്കൂളിൽ പഠനം കഴിഞ്ഞാൽ അവനും പണിക്കരായി മാറി. ഈ കബഡി നിരത്തുന്ന പണിക്കരായിട്ട് മാറി. അവൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയി. 2ാമത് കല്യാണം കഴിച്ചു. 2ാമത്തെ ഭാര്യ ഉപേക്ഷിച്ച് പോയി. അവൻ ആത്മഹത്യ ചെയ്തു. ആണ് അവൻ്റെ ജീവിത വിജയം അങ്ങനെ ഉണ്ടായത്. ഇതുപോലെ പാർലമെൻറ്റിൽ മുമ്പിൽ അദ്ദേഹം ADMK-കാരനോ മറ്റോ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറയുന്നത്, നോക്കി വായിക്കുന്ന അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മൈ അമ്മ ടോൾഡ് മീ, മൈ അമ്മ ടോൾഡ് മീ, ദാറ്റ് വാസ് മൈ അമ്മ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് പറയുന്നുണ്ട്. ഒരു ADM-കാരൻ അമ്മ എന്ന് പറയുമ്പോൾ ആരെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ജയലളിതയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ അങ്ങേരുടെ വീട്ടിൽ അങ്ങേരുടെ അമ്മ ഇന്നത് പറഞ്ഞു എന്ന് പാർലമെൻറ്റിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇയാൾ പറയുന്നത് വിച്ചമ്മ 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 എന്ന് പറഞ്ഞാൽ വിച്ച് അമ്മ, ഏതമ്മ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. സുഖമില്ലേ? ആ പറയുന്നതിനിടയിൽ പറയാം നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ഏതമ്മ? നിൻ്റെ അമ്മ. അതിൽ യുവർ മദർ എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ പറയുന്ന കൂട്ടത്തിൽ അതേ ടോണിൽ ഇങ്ങനെയാണ് പറഞ്ഞു. തിരിഞ്ഞില്ല, യുവർ മദർ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞതിൻ്റെ ടോൺ എന്താ അറിയോ? നിൻ്റെ തള്ള.
അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ വാക്കുകൂടി കൂട്ടി ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ടോൺ അതായിരുന്നു. എന്തിനാ അതൊക്കെ ഏറ്റുവാങ്ങുന്നത്? അവരവർക്ക് കഴിവുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പറയുന്ന ഒരാൾ പറഞ്ഞാണ്, ബ്രിട്ടാസ് ഇംഗ്ലീഷ് പറയുന്നു. നമ്മളത് ഈ ലണ്ടനിൽ പോയി അവിടെ പിച്ചക്കാർ പോലും ഇംഗ്ലീഷാണ് പറയുന്നത്. അത് വളരുന്ന സാഹചര്യം. ബോംബെയിലുള്ള കുട്ടികൾ, മലയാളി കുട്ടികൾ ഹിന്ദിയാണ് പറയുക, അവർക്ക് മലയാളം തന്നെ അറിയില്ല. അതെന്താ? അവരുടെ കഴിവല്ല. അതങ്ങനെയാണ്. ഞാൻ മലയാളം പറയുന്നത് എൻ്റെ കഴിവല്ല. 70 വർഷമായിട്ട് ഞാൻ മലയാളം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മലയാളമല്ലേ പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ കുറച്ച് കൊഞ്ചം തമിഴ് പേശർദക്ക് എന്നൊക്കെ ഞാനിവിടെ അതും ഹിന്ദിയും അതുപോലെ തോടാ ഇംഗ്ലീഷ് പോലെ ജസ്റ്റ് ഐ ആം ഹാൻഡ്ലിങ്. അപ്പോൾ അതൊക്കെയും ആരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം പദവികളിലിരിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും കാണുകയാണ്. ഇങ്ങനെ അതിൻ്റെ പുറകെ ഇരുന്ന് കോമാളിത്തരം കാണിക്കുന്നു, കോപ്പരാറ്റി കാണിക്കുന്നത് മുഴുവൻ കാണുകയാണ്. ഞാനത് ആദ്യം കണ്ടപ്പോൾ എന്ത് ഇയാളിങ്ങനെ പറയുന്നത്, കേൾക്കാനില്ലെന്നാണോ, എന്തൊക്കെയോ പറയണ്ട, മറ്റയാൾ പ്രസംഗിക്കുന്നുണ്ട്, ഇത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിലവർ തമിഴിലാണ് പറയുന്നത്. ഞാനത് തമിഴ് ചാനൽ ആദ്യം വയ്ക്കുമ്പോൾ തമിഴ് ചാനലാണ് വരിക. അപ്പോൾ ഇത് കണ്ട ഉടനെ ബ്രിട്ടാസ് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ നോക്കിയിരുന്നു, എന്താ സംഭവം അറിഞ്ഞില്ല. പിന്നീടാണ് വാർത്ത വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുമ്പിലിരുന്ന് നാളെ കളിയാക്കുകയാണ് ചെയ്തത്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, പാർലമെൻറ്റ് മെമ്പർ IAS കാരനാവണമെന്നില്ല, IPS കാരനാവണമെന്നില്ല. പാർലമെൻറ്റ് മെമ്പർ ആവണമെങ്കിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനങ്ങൾ ജയിച്ചു വിടണം. ജനങ്ങളുടെ പ്രതിനിധിയാണ് അയാൾ. ചിലപ്പോൾ നാട്ടിൽ ഒരു സൈക്കിളും ഇടുന്ന് നടക്കുന്ന ആളായിരിക്കാം. കാമരാജ്, അദ്ദേഹം നെഹ്റുവും കൂടി ഒരിക്കൽ തമിഴ്നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ നെഹ്റു പറഞ്ഞു, കാമരാജ് നിങ്ങളുടെ വീട് ഇവിടെ എവിടെയോ എന്നല്ലേ പറഞ്ഞത്. ഞാൻ കാറിൽ കയറുമ്പോൾ ആൾക്കാർ പറഞ്ഞു കാമരാജിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോണേന്ന്. ആ വീടൊന്ന് കാണിച്ചു തരണം കേട്ടോ പറഞ്ഞു. ഓ കാണിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ പോയി ഒരു പാടത്തിൻ്റെ പക്കത്തെത്തി. കാമരാജ് പറഞ്ഞു, ഇവിടെ ഒന്ന് കാർ നിർത്താമോ? നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആ കാണുന്ന വീട് എൻ്റെ ഒരു ചെറ്റക്കുടിയിൽ പോലത്തെ ഒരു വീട്, ഓടിട്ട വീടാണ്, ചെറ്റക്കുടിൽ പോലത്തെ വീട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ അകലേന്ന് പൈപ്പിൽ കുടത്തിൽ വെള്ളം കൊടുത്ത് നടന്നു പോകുന്നുണ്ട്. വളരെ പ്രായം ചെന്ന സ്ത്രീ, 10-75 വയസ്സായ സ്ത്രീ. അതാണ് എൻ്റെ അമ്മ. നെഹ്റു അന്തം വിട്ടിരുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ, കോൺഗ്രസിൻ്റെ നട്ടെല്ലായി മാറിയ മനുഷ്യൻ, തമിഴ്നാടിൻ്റെ കാമരാജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മറ്റൊരു രീതിയിലാക്കി മാറ്റിയ മനുഷ്യൻ. എന്നാൽ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാം കാമരാജിൻ്റെ പ്രതിമകൾ അവിടെ കാണാം. അങ്ങേരുടെ വീടും അങ്ങേരുടെ അമ്മയാണോ ഞാൻ ഈ കണ്ടത്? അതിശയിച്ച് പോവുകയാണ്. പത്രാസ് അല്ല വേണ്ടത്, MP ആകാൻ പത്രാസ് അല്ല വേണ്ടത്. തൃശ്ശൂരിൽ നിന്ന് MP പോയി. ഇനി തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ പോലും അനുവദിക്കില്ല, തല്ലി ഓടിക്കും അവിടെ നിന്ന് ആൾക്കാർ. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? അവരുടെ കാര്യങ്ങൾ, അതിന് പരിഹാരം കാണണം. നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതിന് പത്രാസല്ല വേണ്ടത്. 5 കൈയുമ്പോൾ മോതിരിട്ട് പലതരത്തിലുള്ള വേഷം കെട്ടുകൾ കെട്ടി ആൾക്കാരുടെ മുമ്പിൽ ഇളിഞ്ഞ ചിരിയും ചിരിച്ച് ഫോട്ടോഷൂട്ട് നടത്തി അതല്ല വേണ്ടത്. കാര്യങ്ങൾ നടത്തണം. അവിടെ പോയിട്ട് ഈ നാടകത്തിലേക്ക് അഭിനയിക്കുന്ന സമയത്തൊക്കെ ആദ്യമായിട്ട് നാടകത്തിലേക്ക് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് ഭാര്യയോട് ചോദിക്കും, ആ നാടകത്തിൽ പകുതി വേഷം അഭിനയിച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോഴും ആ സ്റ്റേജിൽ ഈ അറ്റത്ത് എങ്ങനെയുണ്ടടി എൻ്റെ പെർഫോമൻസ് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ബ്രിട്ടാസിനെ പോലുള്ള പുതുമുഖങ്ങൾ അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് അതല്ല വേണ്ട ഈ ബ്രിട്ടാസ്. അവിടെ കാര്യങ്ങളെ പറയേണ്ട ആവശ്യമുള്ളൂ. കാരണം അത് നിങ്ങൾ പണ്ട് ആരോ പറഞ്ഞ സമയത്ത് മറ്റേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്തോ പാട്ട് മൂളി. അപ്പം പറഞ്ഞു ഫോട്ടോയിൽ പാട്ട് കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ പോലെ പാർലമെൻറ്റിൽ നിങ്ങൾ എത്ര ഉശിരം പ്രസംഗം കാഴ്ചവെച്ചാലും എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും അവിടെ രേഖലെന്തവരെ അറിയോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യണം, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ ഈ തെരുവ് പ്രസംഗം പോലെ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടുന്ന് പോയിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ അവിടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല ശ്രദ്ധിക്കുന്നത്. അതാർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ മറ്റൊരു കാര്യം, പാറ്റ്നയിൽ അല്ലെങ്കിൽ ബീഹാറിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അവരോട് വന്നിട്ട് ഒരു 8,000 കോടി രൂപ വേണം കേട്ടോ, 8,000 കോടി രൂപ വേണം. അത് 8,000 പറ്റില്ല, എന്നാൽ 9,000 ആയിക്കോട്ടെ. 9,000 തന്നോ അല്ലെങ്കിൽ വോട്ട് തരില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഹിന്ദിയിൽ വീടിനകത്ത് വരെ ഉപയോഗിക്കുന്ന ചില തെളിവാക്കുകൾ അതുവരെ അവർ പറയും, പാർലമെൻറ്റിനകത്ത് അവരെ കാര്യം നടത്തും. അതാണ് ചെയ്തിരുന്നത്.
യോഗി ആദിത്യനാഥ് എംഎക്കാരനാണോ അറിയില്ല, എംഎസ്സിക്കാരനാണോ അറിയില്ല. നരേന്ദ്രമോദി അദ്ദേഹം IAS കാരനാണോ IPS കാരനാണോ, അതോ പഠിച്ചിട്ടില്ലേ, അതോ ചായ വിറ്റ് നടക്കൽ മാത്രമായിരുന്നോ അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുക. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പാർലമെൻറ്റിൽ പോയിക്കോളൂ, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ, അത് ഭംഗിയായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ആരെ രസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവരെ രസിപ്പിച്ചോളൂ, ഒക്കെയും ചെയ്യാൻ ബ്രിട്ടാസേ. പക്ഷേ അപ്പുറത്തുള്ള ആളുകളെ ചൊറിയാൻ നിൽക്കരുത്. അങ്ങനെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ഉറപ്പാണ്. കാരണം അവിടെ കയറി വരുന്ന ആൾക്കാർ, എനിക്കറിയാവുന്നൊരു MP ഉണ്ട്. അത് MP അല്ലാത്ത കാലഘട്ടം വന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് എന്നെ അദ്ദേഹം ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹം പറയാം, എൻ്റെ രമേഷേ, നമ്മളൊന്നും ഇവിടെ കാണുന്ന കളിയല്ല. അവിടെ പാർലമെൻറ്റിനകത്തൊക്കെ കയറി ചെല്ലുന്നുണ്ടല്ലോ, ഗജഗംഭീരന്മാരവിടെ ഇരിക്കുന്നത് മുഴുവൻ. അതായത് നാട്ടിൽ വെറുതെ ചേരാപ്പാരം നടക്കുന്ന ഒരാൾക്ക് MP ആവാൻ പറ്റില്ലല്ലോ. ഓക്കെയും ഇതിന് വെട്ടൊന്ന് മുറിയുണ്ടാവുന്ന സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ MP-മാർ എന്ന് പറയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന MP-മാർ അത് കേരള MP-മാരെ പോലെയല്ല. തമിഴ്നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വിലയേ ഉള്ളൂ കേരളത്തിലെ MP-ക്ക് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ ശരിയാണെന്ന് തോന്നുന്നു. കാരണം തമിഴ്നാട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് വൈസ് റവന്യൂ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും പഞ്ചസാര തോട്ടങ്ങൾ, പഞ്ചസാര തോട്ടമല്ല, കരിമ്പിൻ തോട്ടങ്ങൾ, പഞ്ചസാര ഉൽപ്പാദകന്മാർ, ബഹു കോടീശ്വരന്മാർ ട്രഡീഷണലായിട്ട്. മാത്രമല്ല അവർക്ക് ഒരുപാട് MP-മാരുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ നല്ല ബലമുള്ള സർക്കാരാണ്. അത്തരം ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഒരു ADMK-കാരനോട് ഏതമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ മദർ എന്നാവില്ല ചിലപ്പോൾ ഒരു മറുപടി പറയുക, നാക്കുകൊണ്ടാവില്ല ചിലപ്പോൾ ഒരു മറുപടി പറയുക. പണ്ടൊരു കഥയുണ്ട്. നമ്മളുടെ മണിച്ചിത്രത്താഴിന് മ്യൂസിക് നൽകിയ ആളുടെ MG ശ്രീകുമാറിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അദ്ദേഹം മറ്റേ ആ പാട്ടിലല്ലോ പാട്ടൊക്കെ പാടിയ രാധാകൃഷ്ണൻ, MG രാധാകൃഷ്ണൻ. അപ്പോൾ ഒരിക്കൽ ഒരു ഓട്ടോറിക്ഷയിൽ അതിൻ്റെ പ്രൊഡ്യൂസറോ ആരോ മറ്റോ ഓട്ടോറിക്ഷയിലോ കാറിലോ സഞ്ചരിക്കുമ്പോൾ MGR വേണ്ട, MGR ശരിയാവില്ല, MGRൻ്റെ ഹൈ പിച്ച് ഇതിലുള്ള ട്യൂണൊക്കെ ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ വീണ വേണമെങ്കിൽ വീണ തന്നെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം വേണ്ട, MGR വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാവില്ല എന്ന് മലയാളത്തിൽ. ഇവിടെ ഒരു കാറോടെ നിർത്തി ഇറങ്ങി പോടാന്ന് പറഞ്ഞു. MGR ശരിയാവില്ല എന്നോ? എന്ത് MGR ശരിയാവില്ല? അവർ പറഞ്ഞു, സുഹൃത്തെ MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ വികാരം കൊള്ളുന്നവരാണ് അണ്ണാദുരൈ, അല്ലെങ്കിൽ രാമസ്വാമി നായ്ക്കർ, അതുപോലെ തന്നെ കരുണാനിധി, അതുപോലെ തന്നെ നമ്മളുടെ ജയലളിത. അവരൊക്കെ വികാരം കൊള്ളുന്ന ആൾക്കാർ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യം ഇവിടെ തമിഴ്നാട്ടിലെ തെരുവിൽ നിന്ന് ഏതമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവർ മറുപടി പറയാം യുവർ മദർ എന്ന്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് യുവർ മദർ എന്ന് നാക്കുകൊണ്ടാവില്ല മറുപടി പറയാം ബ്രിട്ടാസേ. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഒന്ന് മാറി, അത്രയല്ലേ ഉള്ളൂ. അത് മാറുന്നേ, ചിലപ്പോൾ മാറിയെന്ന് വരില്ല. കാരണം മാറിയത് ആ സ്വഭാവത്തിന് ദൂഷ്യം കൊണ്ടാണല്ലോ. മാറിയിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ അവിടെ രേഖകളിൽ കെടുക്കുകയല്ലേ. ഇദ്ദേഹം ചോദിച്ചു ഏതമ്മ എന്ന് ചോദിച്ചു. നിൻ്റെ അമ്മ എന്ന് മറുപടി പറഞ്ഞു എന്നുള്ള പാർലമെൻറ്റ് രേഖയിൽ കെടുക്കുകയല്ലേ. എനിവേ, നാണക്കേട്.